ഹായ്, എന്തല്ല? ഹോപ്പ് യു ആൾ ഡൂയിങ് ഗുഡ്. ഈ ഒരു ഇതിൽ all good? Thank you. Bye bye. ഇന്നത്തെ കലാപരിപാടികൾ സമർക്കന്ദിലെ അവസാനത്തെ ദിവസം. നാളെ രാവിലെ ബോർഡർ ക്രോസ് ചെയ്യണം. സോ എനിക്ക് എൻ്റെ ഹെൽമെറ്റിൽ വെക്കുന്ന മൈക്ക് വന്നിട്ട് വയേർഡ് ആക്കണം. അത് നോക്കിയിട്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞാൽ 1-2 സ്ഥലത്ത് ഇവിടുത്തെ മഹ്ഫൂസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മഹ്ഫൂസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറിങ് പഠിക്കുകയാണ്. അപ്പോൾ അതിലൊരാളെ എൻ്റെ പേര് തന്നെ ആയപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ബ്രദർലി ഫീൽ. പിന്നെ ബൈക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിക്സ് ചെയ്യണം, ബ്രേക്ക്. ഓൾ ടുഗദർ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ടെസ്റ്റ്. ഹലോ ടെസ്റ്റ്. താൽക്കാലിക സൊല്യൂഷൻ കിട്ടി ഈ മാളിന്ന്. ട്രിപ്പിന് വന്നിനെങ്കിൽ അവനവൻ തന്നെ വണ്ടികളും പണിയെടുക്കാൻ തുടങ്ങും. അങ്ങനെ ആക്കും സാഹചര്യം. ചെയ്യുന്നുണ്ട്, ശരിയായ മതിയായി. ഉണ്ടല്ലോ. സന്തോഷ് ജോർജ് കൊണ്ടുതരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബെല്ലൈക്കൺ അടിച്ചമർത്തുക. അങ്ങനെ വണ്ടിയിലെ 2 കാല് വെച്ച് പ്രസ് ചെയ്യണ്ടേ, ബാക്ക് ബ്രേക്ക് ശരിയാക്കി ഉസ്ബെക്കിലെത്തിയിട്ട് 2ാമത്തെ ദിവസം. ഇതുവരെ ഒന്ന് പുറത്തൊന്ന് പോയിട്ട് ഇറങ്ങിയിട്ട് പോലും ഉണ്ടായിട്ടില്ല. 15 ദിവസത്തിന് മുകളിലായി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിലൊരു ഫയൽ പോലും വൃത്തിക്കൊന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്ന് നോക്കാനോ ഒന്ന് പ്രോപ്പറായിട്ട് കോപ്പി ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. സോ ഒരു ബ്രേക്ക് എടുത്തതാണ്. പിന്നെ ബോഡിയും എക്സോസ്റ്റായി, കണ്ടിന്യൂസ് റൈഡായിരുന്നു. നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പാനിക് മൊമെന്റ് ഉണ്ടായിരുന്നു. അതേ മൊമെന്റിലേക്ക് എത്തി. കാരണം ഇന്ന് ഇവിടുന്ന് വിട്ട് നാളെ ഇവിടുന്ന് പോകാനുള്ള പ്ലാനാണ്. തജിക്കിസ്ഥാൻ കയറി പാമീർ ഹൈവേ കയറാനുള്ള ഒരു പ്ലാനിങ്ങിലുള്ള. അപ്പോൾ നാളെ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുക, എന്താണ് പുറത്തേക്ക് റിലീസ് ചെയ്യാന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അത്യാവശ്യം പ്രോപ്പറായിട്ടുള്ള ഇന്റർനെറ്റെങ്കിലും ഉണ്ട്. ബട്ട് ടൈമില്ല. കാരണം 18-ാം തീയതി നമുക്ക് എങ്ങനെയും ചൈനീസ് ബോർഡറിൽ എത്തണം എന്നുള്ള ഒരു ആ ഡേറ്റിലേക്കാണ് ടൂറിസ്റ്റ് ഏജന്റിനെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ആ ടൈം ആകുമ്പോൾ അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടപ്പായ്ച്ചലാണ് എല്ലാ ദിവസവും. ഒന്ന് പ്രോപ്പറായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് നൈസ്, ബട്ട് എന്താ പറയുക, ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഒരു സമയം കൊടുത്ത് അത് പ്രോപ്പറായിട്ട് ഇരുന്ന് ആസ്വദിച്ച് അങ്ങനെയുള്ളൊരു പരിപാടി ഈ ട്രിപ്പിൽ നടക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇറാനൊക്കെ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നിട്ടുണ്ട്. ഓരോ സിറ്റിയിലെത്തും, അതിൻ്റെ അടുത്ത രാവിലെ പോകും. കാരണം ഇതിപ്പോൾ ഒരു 9 ആൾക്കാരുണ്ട്. ഓരോരാൾക്ക് ഓരോ ടൈമിംഗ് ആണ് അവരുടെ ഓഫീസിലേക്ക് തിരിച്ചു കയറാനും അവരുടെ കമ്പനി റൺ ചെയ്യുന്ന പിന്നെ ആരും ഇല്ലാണ്ടാണ്. അപ്പോൾ ഓൾറെഡി അവർ 40-50 ദിവസം ലീവ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. But it's okay. We can do this. Maybe അടുത്തതിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മളതായ രൂപത്തിൽ സമയമെടുത്ത് പ്രോപ്പറായിട്ട്
ബ്രേക്ക് ചെയ്ത് കാണേണ്ടത് കണ്ട് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഫണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. ചൈന ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് അങ്ങനെയൊക്കെ വന്നപ്പോൾ ആണ് ഈ ഒരു ഇതിൽ ഓക്കെ. Okay. All good, all good. ചെറിയൊരു ആക്സിഡന്റ്. It's fine. ഒന്നായിട്ടില്ല. ആ ഗ്ലാസ് എടുത്തൊക്കെ. എടുക്കേ. എനിക്ക് ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നീ ഒന്ന് സ്റ്റാൻഡ് ആട്ടിയ. കയ്യാടിയെല്ലാം പെയിനെടുക്കാൻ തുടങ്ങി. അത് പിന്നെ ഭാഗ്യം. അപ്പുറന്ന് പോക്കണേ. നല്ല നാട്ടുകാര്. പോവാ. നീ ഓക്കെ അല്ലേ? വാ വാ, സാരല്ല വാ. ഇറ്റ്സ് ഓക്കെ. ഇതിൽ കുടുങ്ങിപ്പോയതാ. കട്ടേ. ഒരു മിനിറ്റ്, ഇത് വരുന്നുണ്ട്, റാം വരുന്നുണ്ട്. ഒരു മിനിറ്റ് മാറ്റട്ടെ. വലിക്ക്. ഉസ്ബെക്കിലെ മെയിൻ സ്ഥലമാണ് ഇവിടെ. മാളും പഴയ സിൽക്ക് റോഡിലെ കച്ചവട കേന്ദ്രം എല്ലാം ഉള്ള സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നൈസ്. ഐ തിങ്ക് സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് എടുത്ത ടൈപ്പിലുള്ള ബിൽഡിങ്സ് ഇവിടെ ഒരുപാടുണ്ട്. റഷ്യയിൽ പോയപ്പോൾ നല്ല ബിൽഡിങ്സിൻ്റെ റിസംബ്ലൻസ് എന്താ പറയുക, അത് ഫീൽ ചെയ്യുന്നുണ്ട്. വീണെങ്കിലും വി ആർ ഓക്കെ. ചെറുതായിട്ട് കൈ ഒന്ന് പോറിയിട്ടുണ്ട്. ഓൾ ഗുഡ്. ഫസ്റ്റ് എയ്ഡ് ചെയ്ത തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഫ്രണ്ട്സ് അവിടത്തേക്ക് വരുന്നുണ്ട്. അവരെല്ലാം ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഇറ്റ്സ് ഓൾ പാർട്ട്. എന്തോന്നോ ഇങ്ങനെ ആയിരിക്കും നോക്കും. See all of this. ഇവിടെയാണല്ലോ സിൽക്ക് റോഡ് മാപ്പ് കാണിക്കുന്നത്. All good? Yes. Thank you. Bye-bye. Thank you. Thank you. Thank you. Thank you. Thank you. Bye-bye. 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 Thank you, ma'am. Thank you. Thank you. All right? Thank you. Thank you. Bye-bye. Inshallah. Bye. Thank you. എടാ, ആ സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് ഇത് ഫിക്സ് ചെയ്ത് അങ്ങ് വിട്ടാലോ? ഇന്നലെ ഒന്ന് ചെറുതായിട്ട് വീണു. But it's okay. We are good. വസീമിന്
കാല് ചെറുതായിട്ടൊന്ന് നീര് വന്നു. സോ ടേക്കിംഗ് റെസ്റ്റ്. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ട്രിപ്പ്. ഇന്ന് നമ്മൾ ദുഷാംബയിലേക്ക് പോവാണ്, തജക്കിസ്ഥാൻ. അതിന് മുമ്പ് എനിക്ക് വിൻഷീൽഡ് ഒന്ന് ഫിക്സ് ചെയ്യണം. അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഈ റെയിൽ പാളാണ് എന്നെ ചതിച്ചത് ഇന്നലെ. ഞാൻ ഭാഗത്തേ പോകുന്നില്ല. അതിന്റെ ഹൈറ്റ് കാണുന്നുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ കയറിപ്പോയതാ. ഞാൻ തന്നെ മലഞ്ഞടുത്തൊക്കെ വീണ്. വസീമിന്റെ കാല് പാളത്തിൽ നിന്ന് അടിച്ചിട്ട് നീര് വെച്ചു. അപ്പോൾ അവന് ആംഗിൾ പ്രൊട്ടക്ടർ ഇട്ടിട്ട് ഒരു 2-3 ഡേയ്സ് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ റെസ്റ്റ് കൊടുത്തിരിക്കുക. അപ്പോഴേക്കും അത് ലെവലാവും. എന്നാലും പാമീർ ഹൈവേ ഇനിയിപ്പം ഞാൻ ഒറ്റക്കായിരിക്കും എടുക്കാം. അവന് എന്തായാലും വണ്ടിയിൽ റെസ്റ്റ് കൊടുക്കാന്ന് വെച്ചു. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ബ്യൂട്ടി. ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ. ഇട്ടുകൊണ്ട് പോവായി. ഇവിടെ ഒരൊറ്റ ബൈക്കേഴ്സും ഇല്ല, ഒരൊറ്റ ഗാരേജ് ഇല്ല. അപ്പൊ ആകെ ഒരു വകുപ്പ് എന്താ വെച്ചാൽ ഇവിടെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ട്. അവിടുന്ന് നട്ടും ബോൾട്ടും ഇട്ട് അതെങ്ങനെങ്കിലും ഒന്ന് ടൈറ്റ് ആക്കി വെക്കുക. വേറെ ഇപ്പൊ ഓപ്ഷൻ ഇല്ല. ഇനി കിർഗിസ്ഥാനോ കസാക്കിസ്ഥാനോ എത്തണം. ഇവിടെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ബൈക്ക്. ഇവനെ പിന്നെ അത് പരിചയപ്പെട്ടത്. അപ്പം അവിടെ വന്നിട്ട് അവനത് ഫിക്സ് ചെയ്തിട്ടാന്ന് പറയുന്നുണ്ട്. നോക്കാം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അടിപൊളി സാധനം കിട്ടുന്നുണ്ട്. സൈക്കിളും സ്കൂട്ടറും ഇതെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് പരിപാടികളൂടെ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വന്നതാണ്. നടക്കുന്നുണ്ട് പരിപാടി നടക്കുന്നുണ്ട്. ആൻഡ് മുമ്പത്തേനാണ്ടി സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. താൽക്കാലികം സ്ക്രൂ ഒക്കെ അലമ്പായിട്ടുണ്ട്. ബട്ട് ഇനിയിപ്പോൾ ഇന്ത്യയിലെത്തിയിട്ട് അത് മാറ്റാം. താൽക്കാലികം പരിപാടികളെല്ലാം സെറ്റായി. ഇവിടെ ഇപ്പം അതിന് $10 അത് ഫിക്സ് ചെയ്യാൻ. ബട്ട് കമ്പയറിങ് ദുബായ്, ഫൈൻ. $10 കുറച്ച് ടു മച്ച് ആണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനിയാണ് മേജർ അഡ്വഞ്ചർ റൈഡ് വരാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി അത് ഫിക്സ് ചെയ്ത, ഇല്ലെങ്കിൽ അത് വള്ളിയായി മാറും. ഇപ്പം ഓട്ടപ്പായ്ച്ചല്ല. തുർക്ക്മെനിസ്ഥാൻ ബോർഡർ 4 മണിക്ക് ക്ലോസ് ആവും. നമുക്കൊരു 1.5 hour ട്രാവൽ ഉണ്ട് അവിടത്തേക്ക്. റഷിങ് അടിപൊളി ഏരിയ കേട്ടോ. ബാംഗ്ലൂരൊക്കെ ഇതൊക്കെ വിന്ററിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. നൈസ് പ്ലേസ്. ഈ റോഡിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ പെട്രോൾ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. ഒരു ലിറ്റർ $1 എങ്ങാനും വരുന്നുണ്ട്. സമർക്കന്ത് 2025 സമർക്കന്തിൽ എന്തോ സമ്മിറ്റ് നടക്കുന്നതുകൊണ്ട് കുറെ റോഡ്സ് ഒക്കെ ക്ലോസ് ആണ്. അതേപോലെ ഇവിടെ വരുന്ന ആൾക്കാർ യാൻഡെക്സ് മാപ്പ് യൂസ് ചെയ്യാൻ നോക്കുക. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താൽ ചില യു ടേൺസും ലെഫ്റ്റ് ടേണൊന്നും അവർ പറയുന്ന പോലെ മാപ്പിലുണ്ടാവില്ല. 5 മിനിറ്റിന്റെ സ്ഥലത്തേക്ക് നമ്മളൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആവും ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ. സോ യാൻഡെക്സ് മാപ്പ് വർക്ക്സ് വെൽ. അതേപോലെ വരുന്ന ആൾക്കാർക്ക് യാൻഡെക്സ് ആപ്പിൽ ഓൾമോസ്റ്റ് എല്ലാം ആക്യുറേറ്റ് ആണ്. സിറ്റി ടൂറിന് ഏറ്റവും നല്ലത് ഇവിടുത്തെ യാൻഡെക്സ് ടാക്സി പിടിക്കുന്നതാണ്. ചീപ്പാണ് ആൻഡ് ക്യാഷ് കൊടുത്താൽ മതി. സോ യാൻഡെക്സ് ഈസ് ഗുഡ്. റെഡ് ആയിരുന്നു, ബട്ട് എന്തെങ്കിലും മാപ്പ് ഇല്ലാത്തതുകൊണ്ട് വേറെ രക്ഷയില്ല.
ഫൈൻ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ബോർഡറിലെത്തിയാൽ അറിയാം. ഓരോ കൺട്രി ക്രോസ് ചെയ്യുമ്പോൾ ഒരു സങ്കടം വരും. നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു ഇരുത്തുണ്ട്, ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ ശേഷം എന്തോ ഒരു മിസ്സിങ്ങാ ഭയങ്കരമായിട്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് എല്ലാ കൺട്രിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വരുന്നത്. പക്ഷെ ആ ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. എവിടെയെന്ന് വെച്ചാല് തുർക്ക്മെനിസ്ഥാൻ ക്രോസ് ചെയ്യുമ്പോൾ നെറ്റും ഫോണും ഒന്നും ഇല്ലാത്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. ബട്ട് അവിടെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കിഡ്സ്, കുട്ടികൾ. നല്ല ട്രാഫിക് ഉണ്ടല്ലോ. ഉറപ്പിച്ചൂടാണ്. My front brake. I don't know whether you guys can see it. See this? Hell, man. I don't know how എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാവുന്നില്ല. Can't stop, man. I can't stop. Literally 1 inch ഗ്യാപ്പിലാണ് ബ്രേക്ക് നിൽക്കുന്നത്. 1 inch ഗ്യാപ്പ്. ഇനിയുണ്ടോ ഒരു അരമണിക്കൂർ പോകാൻ? മോളിലാറ്റായി ഓടിക്കുന്നു. നല്ല ട്രാഫിക്കാ. ബോർഡർ എത്താറായും തോന്നുന്നു. മുംബൈയിലെ ഞാൻ വന്നിട്ടുണ്ട്. ഈ ബോർഡർ ക്രോസ് ചെയ്ത് തജക് ബോർഡറിലേക്ക് പോയിട്ടുണ്ട്, ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട്. പക്ഷെ അവിടെ വിസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വിട്ടു ഉസ്ബെക്കിലേക്ക്. നൈസ് വൈബാണ്. ഇവിടെ ഒരു കാണാനുള്ള കാഴ്ച എന്താ വെച്ചാല്, തജക്കിലേക്ക് സാധനങ്ങൾ എടുത്തിട്ട് തജക്കിലേക്ക് പിന്നെ ക്രോസ് ചെയ്യുന്നത് സീൻ കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. അത് ഉസ്ബെക് ബോർഡറിലും കിട്ടിയായിരുന്നു, ഇറാൻ ഉസ്ബെക് ബോർഡറിൽ കിട്ടിയായിരുന്നു. ഇവിടെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം ഇവിടെ ഉണ്ടെങ്കിൽ. അതേപോലെ അവരൊക്കെ എല്ലാവരും പല്ല് കാണാൻ ഭയങ്കര രസം. എല്ലാ പിന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആൾക്കാര് ഫുൾ പല്ലും ഗോൾഡനാണ്, ഗോൾഡ് ഇടും. പിന്നെ അവരുടെ പ്രൗഡി പിന്നെ ഇത് അതൊക്കെ കാണിക്കുന്ന ഒരു സിമ്പൽ എങ്ങാനാണെന്ന് തോന്നുന്നു. ചില ഉമ്മാമാര് ഭയങ്കര ചബ്ബിയാണ്. ആ പല്ലും കൂടി അങ്ങനെ വരുമ്പോ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ബ്രേക്ക് എന്തെങ്കിലും ചെയ്താ അവിടെ വരാൻ വരുന്ന ചൂടുണ്ട്. എന്താ ചെയ്യാ പറ്റൂ. I don't know whether you guys can hear me. We are on time. We are on the Uzbek border. So yeah, well in time. ഒരു 1.5 മണിക്കൂറിന് മുകളിൽ ഉണ്ടാവും. ഓക്കെ ബൈ. കഴിഞ്ഞ ദിവസം വീണപ്പം ഒരു കാര്യം പഠിച്ചു. ചില സമയം നമ്മൾ വീണാൽ രക്ഷിക്കാൻ ഒരാൾ തന്നെ ഉണ്ടാവില്ല. അത് ആ നാട്ടുകാരിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുത്തം തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മളായിട്ട് തന്നെ എണീറ്റ് എത്ര വേദനയിലാണെങ്കിലും എടുത്ത് മുന്നോട്ട്. ഇത് തന്നെ ലൈഫിലെല്ലാ സ്ഥലത്തും ഫിക്സ് ചെയ്താൽ അത് മാത്രം മതി മുന്നോട്ട് പോകാൻ. ചില സമയം അത് അങ്ങനെയാണ്. തജക്കിസ്ഥാൻ വിശേഷങ്ങളാണ്. So till then, stay happy, stay blessed, and peace. We'll meet on the next video. Take care. Bye.